171 കിലോമീറ്റർ നീളത്തിൽ ഒരൊറ്റ നേർരേഖയിൽ ഒരു നഗരം നിർമ്മിക്കാൻ പദ്ധതിയിട്ട സൗദി അറേബ്യ ഇപ്പോൾ അത് ഏകദേശം 2.5 കിലോമീറ്റർ നീളത്തിൽ മാത്രമേ നിർമ്മിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കി അതിനായുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ പല വലിയ രാജ്യങ്ങളുടെയും പദ്ധതികൾ പരാജയപ്പെടുന്ന ഈ സമയത്ത് ചൈന യാതൊരു മാധ്യമ ശ്രദ്ധയുമില്ലാതെ പല ബ്രഹ്മാണ്ഡമായ പദ്ധതികളും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം അമ്പരക്കുന്ന രീതിയിൽ ചൈന നിർമ്മിച്ചതും ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതുമായ ചില പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും നിലവിലുള്ള നഗരങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി അതിനെ സ്മാർട്ട് സിറ്റി എന്ന് പറയാറുണ്ട്. എന്നാൽ ചൈനയിൽ 8 ലക്ഷം കോടി രൂപ ചിലവിൽ ഒരു സ്മാർട്ട് സിറ്റി ആദ്യമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നഗരത്തിന്റെ പേര് ഷിയോങ്ഗാൻ ന്യൂ ഏരിയ എന്നാണ്. ചൈനയിലെ ഹെബൈ പ്രവിശ്യയിൽ നിർമ്മിക്കപ്പെടുന്ന ഈ നഗരം തലസ്ഥാനമായ ബീജിംഗിന്റെ തിരക്ക് കുറച്ച് രണ്ടാമത്തെ തലസ്ഥാനമായി മാറ്റുക എന്ന ആശയത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. 2000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ സിറ്റി പൂർണ്ണമായും സാങ്കേതിക വിദ്യകൾ നിറഞ്ഞ ഒരു ഹൈടെക് സിറ്റിയായാണ് നിർമ്മിക്കപ്പെടുന്നത്. സാധാരണ സ്മാർട്ട് സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സിറ്റിയിലെ ഓരോ കെട്ടിടവും റോഡുകളും ഭൂമിക്കടിയിലും മുകളിലുമായി കൃത്യമായി പ്ലാൻ ചെയ്ത് തുടക്കം മുതൽ നിർമ്മിക്കപ്പെടുന്നു. ഈ സിറ്റിയിൽ ഭൂരിഭാഗം വാഹന ഗതാഗതവും ഭൂമിക്കടിയിൽ വരുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കാരണം ഉപരിതലത്തിൽ ധാരാളം മരങ്ങളും പൂന്തോട്ടങ്ങളും സ്ഥാപിക്കുകയും ഒരു സന്തോഷകരമായ ജീവിത അന്തരീക്ഷം നൽകുകയും ചെയ്യും. ഈ നിർമ്മിതിയിൽ സബ്വേകൾ, അതിവേഗ റെയിൽ പാതകൾ, ജലസംഭരണികൾ, വൈദ്യുതി, 5G കണക്ടിവിറ്റി എന്നിവയടക്കമുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഈ സിറ്റിയിലെ ട്രാഫിക്കിനെ പോലും സ്മാർട്ടായി കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിരവധി സ്വയം പ്രവർത്തിക്കുന്ന സെൻസറുകൾ ഉപയോഗിച്ച് വാഹനങ്ങളെ ക്രമീകരിച്ച് ട്രാഫിക് ജാം ഇല്ലാത്ത ഒരു സിറ്റിയായി ഇതിനെ മിന്നൽ വേഗത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റി തന്നെ ഒരു അത്ഭുതമാണെങ്കിൽ ഈ സിറ്റിയുടെ ഭാഗമായ ഷിയോങ്ഗാൻ സ്റ്റേഷൻ അത്ഭുതത്തിനുള്ളിലെ മറ്റൊരു അത്ഭുതമാണ്. ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹൈസ്പീഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയപ്പെടുന്നു. ഇത് നിർമ്മിക്കാൻ 60,000 ടൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചൈനയുടെ ഭാവി എത്രമാത്രം ബ്രഹ്മാണ്ഡമായിരിക്കുമെന്നത് ഈ കെട്ടിടം ഇപ്പോൾ തന്നെ നമ്മുടെ കൺമുന്നിൽ കാണിക്കുന്നത് പോലെയാണ്. ഈ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2018 ഡിസംബറിൽ തുടങ്ങി. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റേഷൻ പണിതു തീർക്കാൻ 10 വർഷമെങ്കിലും എടുക്കുമെന്ന് ലോകരാജ്യങ്ങൾ കരുതി. എന്നാൽ വെറും 2 വർഷം കൊണ്ട് 2020 ഡിസംബറിൽ ഇത് പൂർത്തിയാക്കി ചൈന ലോകരാജ്യങ്ങൾക്ക് വലിയ ഞെട്ടൽ നൽകി. തെക്കൻ ചൈനയിൽ ജലസമ്പത്ത് കൂടുതലാണ്. എന്നാൽ വടക്കൻ ചൈനയിൽ ജലക്ഷാമം വളരെ അധികമാണ്. ചൈനയുടെ പ്രധാന വ്യവസായ നഗരങ്ങളെല്ലാം വടക്കൻ ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നഗരങ്ങളുടെ ജലാവശ്യം പൂർത്തിയാക്കാനും തെക്ക് നിന്ന് വടക്കോട്ട് ജലസ്രോതസ്സുകൾ എത്തിക്കാനും വേണ്ടി ചൈന മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജല കൈമാറ്റ പദ്ധതി നടപ്പിലാക്കി. സൗത്ത് നോർത്ത് വാട്ടർ ട്രാൻസ്ഫർ പ്രോജക്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ പദ്ധതി 10 ലക്ഷം കോടി രൂപ ചിലവിലാണ് ചെയ്തത്. ജലസമ്പത്ത് കൂടുതലുള്ള തെക്കൻ ചൈനയിൽ നിന്ന് 3 കനാലുകൾ വഴി വെള്ളം വടക്കൻ ചൈനയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് ഈ പദ്ധതി. ഇത് പൂർത്തിയാക്കാൻ 4350 കിലോമീറ്റർ ദൂരത്തിൽ കനാലുകൾ നിർമ്മിക്കേണ്ടതുണ്ടായിരുന്നു. സെൻട്രൽ കനാൽ നിർമ്മിക്കാൻ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം മുകളിലേക്ക് എത്തിക്കാൻ 100 കണക്കിന് പമ്പിംഗ് സ്റ്റേഷനുകളും ജലസംഭരണികളും നിർമ്മിക്കേണ്ടി വന്നു. 4 ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടിയും വന്നു. ഇപ്പോൾ ഓരോ വർഷവും 10 ക്യൂബിക് മീറ്റർ അളവിലുള്ള വെള്ളം തെക്കൻ ചൈനയിൽ നിന്ന് വടക്കൻ ചൈനയിലെ ബീജിംഗ്, ടിയാൻജിൻ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് എത്തിക്കുന്നു. വെള്ളം കൊണ്ടുപോകുന്ന ഈ കനാലുകൾ ചില ഭാഗങ്ങളിൽ നദികൾക്ക് താഴെയുള്ള ടണലുകളിലൂടെയും മറ്റ് ചില ഭാഗങ്ങളിൽ നദികൾക്ക് മുകളിലൂടെയും കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഈ കനാലുകൾ തെക്കൻ ചൈനയിൽ നിന്ന് വടക്കൻ ചൈനയിലെ 44 നഗരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുകയും 17 കോടി ജനങ്ങളുടെ ജലാവശ്യം പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ചൈനയുടെ റെയിൽവേ ശൃംഖല വർഷാവർഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് നിരവധി വെല്ലുവിളികൾ നേരിട്ട് നിർമ്മിച്ച സിച്ചുവാൻ ടിബറ്റ് റെയിൽവേ. ഈ റെയിൽവേ പാത മഞ്ഞുമലകൾ, ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ചില ഉയരമുള്ള മലകൾ എന്നിവയ്ക്കിടയിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾട്ട് ലൈൻ എന്ന് പറയപ്പെടുന്ന 14 ഭൂകമ്പ രേഖകളിലൂടെയും മഞ്ഞുമൂടിയ നിരവധി മലകളിലൂടെയും കടന്നു പോകുന്നതിനാൽ ഇത് നിർമ്മിക്കുമ്പോൾ എഞ്ചിനീയർമാർക്ക് വലിയ ഉയരം, കഠിനമായ തണുപ്പ്, മഞ്ഞുമലയിടിച്ചിൽ, മണ്ണിടിച്ചിൽ, ഭൂകമ്പങ്ങൾ എന്നിങ്ങനെ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ഈ റെയിൽവേയുടെ ചില ഭാഗങ്ങൾ കടൽ നിരപ്പിൽ നിന്ന് 4000 മീറ്റർ ഉയരത്തിലാണ്. മല തുരന്ന് ടണലുകൾ നിർമ്മിക്കുന്നത് കൂടുതൽ സമയമെടുക്കുന്ന ജോലിയാണ്. ചില ടണലുകൾക്ക് 5 വർഷത്തിലധികം സമയമെടുത്തേക്കാം. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഇത് 36 മണിക്കൂർ യാത്രാ സമയം 13 മണിക്കൂറിൽ താഴെയായി കുറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത്. ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബ്രഹ്മാണ്ഡമായിരിക്കുന്നത് മാത്രമല്ല വളരെ വേഗത്തിലുമാണ്. ചൈനയുടെ അതിവേഗ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമായി ചാങ്ഷായിലുള്ള ഈ 57 നിലയുള്ള അമ്പരചുംബിയെ പറയാം. 57 നിലകളുള്ള ഈ കെട്ടിടം വെറും 19 ദിവസങ്ങൾ കൊണ്ടാണ് ചൈന പണിതുയർത്തിയത്. ഈ കെട്ടിടം നിർമ്മിക്കാൻ ആധുനിക നിർമ്മാണ രീതികളിലൊന്നായ പ്രീ ഫാബ്രിക്കേഷൻ എന്ന രീതിയാണ് ഉപയോഗിച്ചത്. ഈ രീതിയിൽ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ഫാക്ടറികളിൽ നിർമ്മിക്കുകയും കെട്ടിടം പണിയേണ്ട സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയും
കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. നിർമ്മാണ സമയം കുറയ്ക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ രീതിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ചൈനയുടെ അതിവേഗ നിർമ്മാണത്തിന് വലിയ ഉദാഹരണമായ ഈ കെട്ടിടത്തിന്റെ പേര് മിനി സ്കൈ സിറ്റി എന്നാണ്. 200 മീറ്റർ ഉയരമുള്ള ഈ കെട്ടിടത്തിന്റെ ഫ്ലോർ ഏരിയ മാത്രം ഏകദേശം 2 ലക്ഷം ചതുരശ്ര മീറ്ററാണ്. ഈ കെട്ടിടം മൊത്തത്തിൽ 2500 ഭാഗങ്ങളായി തിരിച്ച് അതിൽ 90%-ലധികം ഭാഗങ്ങളും ഫാക്ടറികളിൽ നിർമ്മിച്ച് നിർമ്മാണ സ്ഥലത്ത് കൂട്ടിച്ചേർക്കുകയായിരുന്നു. കൂട്ടിച്ചേർക്കൽ വേഗത കാരണം ഒരു ദിവസം 3 നിലകൾ എന്ന അവിശ്വസനീയമായ വേഗത്തിലാണ് ഇവിടെ ജോലികൾ നടന്നത്. വേഗത്തിൽ നിർമ്മിക്കുന്നതുകൊണ്ട് കെട്ടിടത്തിന് സുരക്ഷ കുറവായിരിക്കുമോ എന്ന് പലരും ചിന്തിച്ചേക്കാം. എന്നാൽ ചൈനയിൽ നിർമ്മിക്കുന്ന പല അമ്പരചുംബികളും 9 റിച്ചർ സ്കെയിൽ ഭൂകമ്പത്തെ പോലും താങ്ങാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ചൈനയുടെ വേഗത മാത്രമല്ല, അവരുടെ നിർമ്മാണത്തിലെ സുരക്ഷയും നമുക്ക് കാണിച്ചു തരുന്നു. ചൈനയിൽ മാത്രമല്ല, ചൈന മറ്റു പല രാജ്യങ്ങൾക്കും വേണ്ടി നിരവധി വലിയ നിർമ്മാണങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ആഫ്രിക്കയിലെ കെനിയയിലുള്ള ചൈന നിർമ്മിച്ച മോംബാസ ടു നെയ്റോബി റെയിൽവേ. ഈ റെയിൽ പാത ഇതുവരെ റെയിലുകൾ കാണാത്ത പല ഗ്രാമങ്ങളെയും ബന്ധിപ്പിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ റെയിൽ പാത പല വിഭാഗങ്ങളെയും ഒന്നായി ബന്ധിപ്പിക്കുന്നതിൽ കെനിയൻ ജനത സന്തോഷിക്കുമ്പോഴും ചൈന എന്തിനാണ് കോടികൾ ചിലവഴിച്ച് കെനിയയെ സഹായിക്കുന്നത് എന്ന സംശയം നമുക്ക് വരാം. എന്നാൽ ഇതുവരെ ചൈനയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ തെറ്റായ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റിൽ ദുബായിലെ ഖലീഫ പോർട്ടിലും സൗദി അറേബ്യയിലെ മെട്രോ സിസ്റ്റത്തിലും ചൈനയുടെ പങ്കാളിത്തമുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ചൈന നിർമ്മിച്ച ജക്കാർത്ത ടു ബാൻഡങ് അതിവേഗ റെയിൽ പാത പല രാജ്യങ്ങളെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇത് ചൈന തന്നെയാണ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ചൈനയിൽ ഇനിയും നിരവധി മയങ്ങളുണ്ട്. അതിലൊന്നാണ് ഗ്വിഷോ കാനിയോൺ ബ്രിഡ്ജ്. ഇതിന്റെ അളവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നിർമ്മിച്ചിരിക്കുന്ന താഴ്വരയുടെ അടിത്തട്ടിൽ നിന്ന് ഏകദേശം 2000 അടി ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ പ്രസിദ്ധമായ ഗോൾഡൻ ഗേറ്റ് പാലത്തേക്കാൾ 9 മടങ്ങ് ഉയരവും 2 ഈഫൽ ടവറുകളുടെ ഉയരവുമുണ്ട്. ചൈനീസ് എഞ്ചിനീയർമാരുടെ ശേഷി എന്താണെന്ന് ഈ ഒരൊറ്റ പാലം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉപയോഗത്തിൽ വന്നതിന് ശേഷം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലങ്ങളിൽ ഒന്നായിരിക്കും ഇത്. പാലത്തിന്റെ നീളം 6000 അടിയാണ്. ഇത് ലോക റെക്കോർഡ് സ്ഥാപിച്ച UK-യുടെ ഹംബർ പാലത്തേക്കാൾ 32 അടി കൂടുതലാണ്. ഇത് ഒരു സ്റ്റീൽ ട്രസ് സസ്പെൻഷൻ സ്ട്രക്ചർ ഉള്ള പാലമാണ്. മൊത്തം സ്റ്റീൽ ട്രസിന്റെ ഭാരം 20,000 ടണ്ണാണ്. ഇത്രയും ഭാരം കൈകാര്യം ചെയ്യുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും വെറും 2 മാസങ്ങൾ കൊണ്ട് എല്ലാ ഭാഗങ്ങളെയും അതിനായുള്ള സ്ഥാനങ്ങളിൽ കൃത്യമായി സ്ഥാപിച്ചു. ഇത് ചൈനയുടെ അതിവേഗ പാലം നിർമ്മാണത്തിനുള്ള ഒരു പുതിയ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. ഈ പദ്ധതിക്ക് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 2500 കോടി രൂപ ചിലവായെന്നാണ് പറയുന്നത്. ഇത് ഒരു സാധാരണ പാലമായി നിർമ്മിക്കാതെ ഇതിൽ സെൻസർ ടെക്നോളജിയും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ സെൻസറുകൾ പാലത്തിന്റെ ബലം തുടർച്ചയായി നിരീക്ഷിച്ച് വിവരങ്ങൾ അയച്ചുകൊണ്ടിരിക്കും. ഇത് കാരണം ശരിയായ സ്ഥലത്ത് ശരിയായ അറ്റകുറ്റപ്പണികൾ നടത്തി പാലത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ബെഹർട്ടാൻ ഹൈഡ്രോ പവർ സ്റ്റേഷൻ ആ രാജ്യം കാഴ്ചവെക്കുന്ന വളർച്ചയുടെ മറ്റൊരു ഉദാഹരണമാണ്. ഈ ഹൈഡ്രോ പവർ സ്റ്റേഷനെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കാറുണ്ട്. 1,60,00,000 കിലോവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയുള്ള ഒരു ബ്രഹ്മാണ്ഡമായ സ്റ്റേഷനാണിത്. ഇതിൽ 16 ടർബൈൻ ജനറേറ്റർ യൂണിറ്റുകളുണ്ട്. ഓരോന്നും 10 ലക്ഷം കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളതാണ്. ഓരോ യൂണിറ്റിലുമുള്ള റണ്ണറിന്റെ ഭാരം മാത്രം 350 ടൺ വരെ വരും. ഈ ഒരൊറ്റ ഹൈഡ്രോ പവർ സ്റ്റേഷൻ വഴി വർഷം തോറും 4.8 കോടി ടൺ കൽക്കരി ഉപയോഗം കുറയ്ക്കാൻ കഴിയും. ഇതുവഴി വർഷം തോറും 13 കോടി ടൺ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നത് തടയാം. ഇത്രയും കാർബൺ ഡയോക്സൈഡ് കുറയുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം എത്രമാത്രം മെച്ചപ്പെടുമെന്ന് സങ്കല്പിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഇതിനെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. ചൈനയിൽ ഇതുകൂടാതെ ഇനിയും പല എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളുണ്ട്. അമേരിക്കയെ പോലുള്ള ഒരു സൂപ്പർ പവർ രാജ്യത്തിന് പോലും ഇങ്ങനെയൊരു പവർ സ്റ്റേഷൻ നിർമ്മിക്കാൻ 50 വർഷത്തിലധികം എടുത്തേക്കാം. ഒരു ഉദാഹരണത്തിന്, കൊറോണ കാലത്ത് ചൈന ഒരു മുഴുവൻ ആശുപത്രിയെ 2 ആഴ്ചയ്ക്കുള്ളിൽ പണിതീർത്തിരുന്നു. വേറെ ഏതെങ്കിലും രാജ്യത്തിന് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.